ഹരി ഓം കൽക്കീരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് ഒരു വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വന്നതാണ്. ഞാൻ യൂട്യൂബിൽ 2025 ജൂൺ 26 മുതലാണ് ആക്റ്റീവ് ആയത്. ഈ നവംബർ 26 ആകുമ്പോൾ 5 മാസമാകും. ഈ 5 മാസത്തിനിടയിൽ 18 ദിവസം ഞാൻ യൂട്യൂബിൽ ഇല്ലായിരുന്നു. ബാക്കി വരുന്ന 132 ദിവസം കൊണ്ട് 1000 റീൽസുകൾ കംപ്ലീറ്റ് ആകാൻ പോവുകയാണ്. 999 കഴിഞ്ഞത് 1000ാമത്തെ റീലാണ്. ഞാൻ 2014 തൊട്ട് യൂട്യൂബിലുണ്ട്. പക്ഷേ ഞാൻ അന്ന് തുടക്കത്തിൽ കുറച്ച് സിനിമാ പാട്ടുകളും പിന്നെ ഞാനും മോളും കൂടെ ഡാൻസ് പഠിച്ച സമയത്ത് ചെയ്ത 2-3 സ്റ്റേജ് ഷോകളും അങ്ങനെയുള്ള ഇതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ യൂട്യൂബിൽ വന്ന് ഞാൻ വീഡിയോകളൊക്കെ എല്ലാവരുടെയും കാണുമായിരുന്നു. പക്ഷേ ഞാൻ ഫുൾ ടൈം ഫേസ്ബുക്കിലായിരുന്നു. 2014 ഫേസ്ബുക്കും യൂട്യൂബും ഒരുപോലെ എടുത്തത്. ഫേസ്ബുക്കിലാണ്ട് 18ഓളം അക്കൗണ്ട് ഉണ്ട്. അതിൽ 13 ആക്റ്റീവാണ്. അതിലെല്ലാം കൂടെ ഞാനൊരു 50,000-ത്തിലധികം ആത്മീയ പോസ്റ്റുകളും പിന്നെ ഒരു 250 റീലുകളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പറയാനൊന്നുമില്ല. അത്രമാത്രം ഈശ്വരീയ കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞു. അപ്പം പിന്നെ എനിക്ക് തോന്നി ഇനി എന്തെങ്കിലും നമ്മുടെ ഫീൽഡൊന്ന് മാറ്റണമല്ലോ, എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ. കാരണം നമ്മളൊരു യോഗിയായി പോയല്ലോ. കഴിഞ്ഞ വർഷം 2024 ഓഗസ്റ്റിൽ വന്നിട്ട് ഞാനൊരു 26 വീഡിയോ വിഷ്ണുയോഗം ഒന്നും പറഞ്ഞിട്ടിട്ട് പോയി. ഒന്നും വലിയ റെസ്പോൺസ് ഒന്നും കിട്ടില്ല. ആരും അത് മൈൻഡ് ചെയ്തിട്ടില്ല. ഒക്കെ എല്ലാം 30-40 വ്യൂസൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇപ്പോഴാണ്. ജൂൺ 26 അപ്പം നമ്മുടെ എൻ്റെയും നിങ്ങളുടെയും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ നാരായണനാണ് ചെറുപ്പം തൊട്ട് എൻ്റെ ഉള്ളിലുള്ളത്. അപ്പം ഭഗവാൻ നമുക്ക് സമയാസമയങ്ങളിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. കാരണം ഇന്ന് വരെ നാരായണൻ പറയുന്ന കാര്യമല്ലാതെ ഞാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ ആണ് ഞാൻ അനുസരിച്ചിട്ടുള്ളത്. അപ്പം ഭഗവാൻ പറയുകയാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ തോന്നിപ്പിക്കുകയാണ് ഇനി യൂട്യൂബിൽ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെയാണ് ജൂൺ 26 ഞാൻ വന്ന് റീൽസൊക്കെ ഇടാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ ഇട്ടിട്ട് 132 ദിവസം കംപ്ലീറ്റ് ചെയ്തു. 132 ദിവസം കൊണ്ട് 1000 റീൽസായി. ഇത് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഇത് പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്താ ഏകദേശം ഒരു 7 റീലാണ് ആവറേജ് ആയിട്ട് ഇട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാട്ടുകൾ തന്നെയാണ്. ഇത് ഞാൻ കുഞ്ഞുനാൾ തൊട്ട് ചെറുപ്പം തൊട്ടേ കേട്ട് തഴമ്പിച്ച പാട്ടുകളും മൂളിപ്പാട്ട് നടന്ന പാട്ടുകളൊക്കെയാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഈ അടുത്ത സമയത്ത് കുറച്ച് ക്രിസ്തീയ പാട്ടുകളും ഇസ്ലാം ഭക്തിഗാനങ്ങളും ഒക്കെ ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. അല്ലാതെ ബാക്കിയുള്ള സിനിമ പാട്ടുകൾ കംപ്ലീറ്റ് നമ്മുടെ തന്നെ കോൺട്രിബ്യൂഷനാണ്. കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ ഒരു ഒറ്റപ്പെടലിൻ്റെ ജീവിതമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയുടെ അമ്മയുടെയും കൂടെയാണ് 10 വയസ്സ് വരെ വളർന്നത്. അത് കഴിഞ്ഞ് അമ്മ വിവാഹം കഴിച്ചു പോയി. പിന്നെ ഞാൻ ഒരു ഒറ്റപ്പെടലായിരുന്നു. അപ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ടേ പാട്ടും ഡാൻസും ഇതൊക്കെ എനിക്ക് ഭയങ്കര ആവേശമാണ്. തന്നെയല്ല ഇത് കൂടാതെ ഭക്തിഗാനങ്ങളും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവയൊക്കെ ഞാൻ 2-3 തവണ കേട്ടാൽ മതി, അപ്പോഴത്തേനും അറിയാതെ തന്നെ അതങ്ങ് ബൈഹാർട്ടായിപ്പോൾ. അതുകൊണ്ട് ഇത്രയും പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ മൂളി പാടി നടന്ന പാട്ടുകളാണ്. ഇനി എത്ര ഇട്ടാലും ഇത് തീരത്തില്ല. കാരണം കഴിഞ്ഞ 10-62 വർഷത്തെ പാട്ടുകൾ ഇടുക എന്ന് പറഞ്ഞാൽ അത്